വിലാപങ്ങൾ 2-ാം അധ്യായം. അയ്യോ, യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ? അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇട്ട് കളഞ്ഞു. തന്റെ കോപ ദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചൽ പുറങ്ങളെയൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യഹൂദ പുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു. തന്റെ വലങ്കയ്യെ അവൻ ശത്രുവിൻ മുൻപിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു. ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രു എന്ന പോലെ അവൻ വില്ലു കുലച്ചു. വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി. കണ്ണിന് കൗതുകമുള്ളതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കർത്താവ് ശത്രുവെ പോലെയായി. ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനകളെയൊക്കെയും മുടിച്ചു. അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദ പുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. തന്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ ഉത്സവവും ശബത്തും മറക്കുമാറാക്കി. തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു. തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവമുണ്ടാക്കി. യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു. അവൻ അളന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി. അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിൽ നിന്ന് ദർശനമുണ്ടാകുന്നതുമില്ല. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. യെരൂശലേം പുത്രിയെ, ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു? എന്തൊന്നിനെ നിന്നോട് സദൃശമാക്കേണ്ടു? സിയോൻ പുത്രിയായ കന്യകെ, ഞാൻ നിന്നെ ആശ്വസിപ്പിപ്പാൻ എന്തൊന്നു നിന്നോട് ഉപമിക്കേണ്ടു? നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു. ആർ നിനക്ക് സൗഖ്യം വരുത്തും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തി എന്നും സർവമഹീതല മോദമെന്നും വിളിച്ചു വന്ന നഗരം ഇതുതന്നെയോ എന്ന് ചോദിക്കുന്നു. നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വായ് പിളർക്കുന്നു. അവർ ചൂളകുത്തി പല്ല് കടിച്ചു. നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇതുതന്നെ. നമുക്ക് സാധ്യമായി നാം കണ്ട് രസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. കരുണ കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു.
അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ച് വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നേണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടേണമോ? വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്ന് കരുണ കൂടാതെ അറുത്തു കളഞ്ഞു. ഉത്സവത്തിന് വിളിച്ചു കൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപ ദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കയ്യിൽ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു.